ഞാൻ പണ്ടല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് പാളിപ്പോയിനെങ്കിൽ പിന്നെ ഞാൻ അതിനെ തിരിഞ്ഞു നോക്കൂല. പിന്നെ അതിനോടുള്ള ഫുൾ ഇൻട്രസ്റ്റും പോവും, കോൺഫിഡൻസും പോവും. ഞാൻ വിചാരിക്കുക ഇനി അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ബട്ട് ഇപ്പോൾ ഐ ഹാവ് ചേഞ്ച്ഡ്. ഐ ഡു തിങ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈവൻ ദോ ഇഫ് ഐ ഫെയിൽ മെനി ടൈംസ്. ഇതിപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്നല്ലേ, ഞാൻ ചെയ്ത് ചെയ്ത് പാളിപ്പോയാൽ ഒരൊറ്റ റെസിപ്പിയേ ഉള്ളൂ. അതാണ് ഈ കാരമൽ പൊടി. എന്താണെന്നറിയില്ല, എനിക്ക് ഇതുവരെയായിട്ടും ഈ കാരമൽ പൊടിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. ഇതും കൂടി ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ആക്കുന്നത്. ഞാൻ എപ്പോൾ കാരമലാക്കിയാലും കാരമൽ കരിഞ്ഞു നോക്കും. അത് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇവിടെ പഞ്ചസാരൻ്റെ പല മുഖങ്ങളും ഭാവങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതന്നെ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ആക്കിയപ്പോഴാണ് കാരമൽ എന്ന് പറയാനുള്ളൊരു സാധനം കിട്ടിയത്. ബട്ട് ഐ ഡിൻ ഗിവ് അപ്പ്. പാളിപ്പോന്നുണ്ടെങ്കിൽ പാളിപ്പോട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആക്കിയത്. അതേപോലെ തന്നെയാണ് നടന്നതും. സംഭവം ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ആ പ്ലേറ്റിൽ നിന്ന് അങ്ങ് വിട്ട് വരാൻ അതിന് ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, കാണാനും വലിയ ലുക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.